നമസ്കാരം. ഹമാസിൻ്റെ ക്രൂരതകളെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു വിഭാഗം അതിനോട് പ്രതികരിക്കുന്നത് സംഖ്യ പടച്ചു വിട്ട നുണ, ഫേക്ക് ന്യൂസ് ഇങ്ങനെയൊക്കെയാണ്. പല വാർത്തകളുടെയും കമൻറ്റ് ബോക്സിൽ ഈ പറഞ്ഞ കമൻറ്റുകൾ പലപ്പോഴും നിറയുന്നത് ഒരുപക്ഷെ പലരും കണ്ടിട്ടുണ്ടാകും. അതുപോലെ തന്നെയാണ് പുറത്തും. എല്ലാം നുണയാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ സജീവമാണ്. അത്തരത്തിൽ ഹമാസിന്റെ ക്രൂരതയെ വെളുപ്പിച്ചെടുക്കാൻ ശ്രമിക്കുന്നവർക്കുള്ള ശക്തമായ മറുപടി കൂടിയായിരുന്നു ഹമാസ് തടവറയിലെ നരകയാതനകൾ അനുഭവിച്ച മുൻ തടവുകാരി ഇലാന ഗ്രീറ്റ്സെവ്സ്കിയുടെ വാക്കുകൾ. ജനീവയിൽ നടന്ന UN മനുഷ്യാവകാശ കൗൺസിലിന്റെ 62ാമത് സമ്മേളനത്തിലാണ് ഹമാസ് ഭീകരർ നടത്തിയ ലൈംഗിക അതിക്രമങ്ങളുടെയും ക്രൂരതകളുടെയും ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഇലാന വെളിപ്പെടുത്തിയത്. സ്ത്രീകൾക്കെതിരെ ഹമാസ് നടത്തിയ ക്രൂരതയ്ക്ക് തെളിവില്ല എന്ന് പറഞ്ഞ ആരോപണങ്ങൾ നിഷേധിച്ച UN പ്രത്യേക പ്രതിനിധി റീം അൽസാലത്തിനെതിരെയും അവർ ശബ്ദമുയർത്തി. ഞാനാണ് ജീവിക്കുന്ന തെളിവെന്നായിരുന്നു അവരുടെ വാക്കുകൾ. ഒക്ടോബർ 7-നും തടവിലായിരുന്നപ്പോഴും ജൂത സ്ത്രീകൾ ക്രൂരമായ ബലാത്സംഗത്തിനും പീഡനങ്ങൾക്കും ഇരയായി. എന്നാൽ പ്രത്യേക പ്രതിനിധിയായ നിങ്ങൾ മൗനവും നിഷേധവുമാണ് തിരഞ്ഞെടുത്തത്. ഒക്ടോബർ 7-ന് ലൈംഗിക അതിക്രമങ്ങൾ നടന്നതിന് തെളിവുകളില്ലെന്നാണ് നിങ്ങൾ പറയുന്നത്. എന്നാൽ ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് ഒരു റിപ്പോർട്ടറായോ സ്ഥിതിവിവര കണക്കായോ അല്ല. ഞാൻ അതിജീവിച്ച ഒരു സ്ത്രീയാണ്. ഹമാസ് നടത്തിയ ലൈംഗിക അതിക്രമങ്ങളുടെ ജീവിക്കുന്ന തെളിവാണ് ഞാനെന്ന് അവർ ആ സമ്മേളനത്തിൽ പറഞ്ഞു. തടവിലായിരുന്നപ്പോൾ തന്നെ ബലാത്സംഗം ചെയ്യരുതെന്ന് പിടികൂടിയവരോട് തനിക്ക് കെഞ്ചി അപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് അവർ വെളിപ്പെടുത്തി. ഹമാസിന്റെ ആക്രമണത്തിനിടയിൽ സ്ത്രീകൾക്കെതിരെ ബലാത്സംഗം നടന്നതിന് സ്വതന്ത്രമായ അന്വേഷണത്തിലൂടെയുള്ള തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ലെന്ന് 2025 നവംബറിൽ അൽസലാം അവകാശപ്പെട്ടിരുന്നു. എന്നാൽ ഇതിനെ പൂർണ്ണമായും തള്ളുന്നതാണ് ഇലാനയുടെ വെളിപ്പെടുത്തൽ. ഇസ്രായേലിൽ നടന്ന അധിനിവേശത്തിനിടയിലും ഗാസയിൽ തടവിലാക്കപ്പെട്ടിരുന്ന സമയത്തും ഹമാസ് ഭീകരർ ഇസ്രായേലികളെ ബലാത്സംഗം ചെയ്തതിന് തെളിവുകളുണ്ടെന്ന് നിരവധി അന്വേഷണങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട്. UN ജനറൽ സെക്രട്ടറിയുടെ പ്രത്യേക പ്രതിനിധി പ്രമീള പാറ്റൻ 2024 തയ്യാറാക്കിയ റിപ്പോർട്ടും ഇതിൽ ഉൾപ്പെടുന്നു. ഭീകരർ തന്നെ എങ്ങനെയൊക്കെയാണ് ലൈംഗികമായി പീഡിപ്പിക്കുകയും മർദ്ദിക്കുകയും ചെയ്തതെന്ന് അവർ വിവരിക്കുന്നുണ്ട്. അവസാന നിമിഷങ്ങളിൽ തനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ പകുതി നഗ്നയായ അവസ്ഥയിലാണ് താൻ ഉണർന്നത്. തനിക്ക് ചുറ്റും 7 ഭീകരർ അന്ന് നിന്നിരുന്നു. തടവിലായിരുന്ന ദിവസങ്ങളിൽ വലിയ വേദനയിലൂടെയും ഭീതിയിലൂടെയുമാണ് കടന്നുപോയത്. തകർന്ന ഇടുപ്പിലും പൊട്ടിയ താടിയിലും മുറിവേറ്റ മനസ്സുമായിട്ടാണ് ഞാൻ തിരിച്ചു വന്നത്. മോചിപ്പിക്കപ്പെട്ടതുകൊണ്ട് മാത്രം ആ മാനസികാഘാതം ഇല്ലാതാകുന്നില്ല. ഇപ്പോഴും കേൾക്കുന്ന ഓരോ സൈറണും എന്നെ വീണ്ടും ആ അവസ്ഥയിലേക്കാണ് എത്തിക്കുന്നത്. ദയവായി എന്നെ ഒന്ന് നോക്കൂ. ഇപ്പോഴെങ്കിലും നിങ്ങൾ ഞങ്ങളെ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ മാപ്പ് പറയുമോ എന്ന് അൽസാലത്തോട് ഇലാന ചോദിച്ചു. ഇസ്രായേൽ അനുകൂല NGO ആയ UN വാച്ചാണ് കൗൺസിലിന് മുന്നിൽ വെളിപ്പെടുത്തൽ നടത്താനായി ഇലാനയെ ക്ഷണിച്ചത്. അമ്മമാർക്കെതിരായ അതിക്രമങ്ങളെക്കുറിച്ച് അൽസലാം ഒരു റിപ്പോർട്ട് അവതരിപ്പിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇലാന സംസാരിച്ചത്. ഈ റിപ്പോർട്ടിൽ ഗസയിലെ 2 വർഷത്തെ യുദ്ധത്തെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നെങ്കിലും ഒക്ടോബർ 7-ലെ ഹമാസ് ആക്രമണത്തെക്കുറിച്ച് പരാമർശിച്ചിരുന്നില്ല. താൻ അനുഭവിച്ച ലൈംഗിക അതിക്രമങ്ങളെ നിഷേധിച്ച അതേ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ നിന്ന് തടവിലായിരുന്നപ്പോഴത്തെ വേദനാജനകമായ നിമിഷങ്ങൾ ഓർത്തെടുത്തുകൊണ്ട് ഐക്യരാഷ്ട്രസഭയിൽ വെളിപ്പെടുത്തൽ നടത്തിയതിലൂടെ ഇലാന അസാധാരണമായി ധീരതയാണ് പ്രകടിപ്പിച്ചതെന്ന് UN വാച്ച് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഹിലാൽ നെയ്ർ പ്രതികരിച്ചു. കഴിഞ്ഞ വർഷം UN രക്ഷാസമിതിക്ക് മുന്നിലും ഇലാന വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ തനിക്ക് ആർത്തവമാണെന്ന് ഭീകരരോട് കള്ളം പറയേണ്ടി വന്നതായും അവർ വെളിപ്പെടുത്തിയിരുന്നു. ഇലാനയ്ക്ക് പുറമെ അമിൻ സൂസന്ന, റോം ബ്ലാസാവ്സ്കി, ദാഫ്നെ എലിയാക്കിയും തുടങ്ങിയ മോചിപ്പിക്കപ്പെട്ട മറ്റു തടവുകാരും തങ്ങൾക്ക് നേരിട്ട ക്രൂരമായ ലൈംഗിക അതിക്രമങ്ങൾ വെളിപ്പെടുത്തി മുന്നോട്ട് വന്നിട്ടുണ്ട്. ഒക്ടോബർ 7-ലെ ആക്രമണത്തിൽ കുറഞ്ഞത് 6 സ്ഥലങ്ങളിലെങ്കിലും വ്യാപകമായ ലൈംഗിക അതിക്രമങ്ങൾ നടന്നതിന് തെളിവുകളുണ്ടെന്ന് നിയമവിദഗ്ധരുടെ സ്വതന്ത്ര ഇസ്രായേൽ കൂട്ടായ്മയായ ദി ദിന പ്രോജക്ട് വ്യക്തമാക്കുന്നു. 2023 ഒക്ടോബർ 7-ന് കിബുൽസ് നിറോസിൽ നിന്നാണ് ഇലാനയും പങ്കാളിയും മത്തൻ സംഘവുമായി ഭീകരർ തട്ടിക്കൊണ്ടുപോയത്. 2 മാസത്തെ തടവറവാസത്തിന് ശേഷം 2023 നവംബറിലാണ് ഇലാന മോചിതയായത്. തുടർന്ന് മത്തന്റെ മോചനത്തിനായിട്ടുള്ള നിരന്തരമായ ശ്രമങ്ങൾക്കൊടുവിൽ തട്ടിക്കൊണ്ടുപോയി 2 വർഷത്തിന് ശേഷം 2025 ഒക്ടോബറിലാണ് മത്തൻ മോചിതനാകുന്നത്. അതേസമയം യുദ്ധമേഖലകളിൽ ലൈംഗിക അതിക്രമങ്ങൾ നടത്തിയതായ ആരോപണങ്ങൾ നേരിടുന്ന സംഘടനകളുടെ കരിമ്പട്ടികയിൽ ഇസ്രായേൽ സുരക്ഷാ സേനയെ ഉൾപ്പെടുത്തിയതിനെ തുടർന്ന് UN ജനറൽ സെക്രട്ടറി ആന്റോണിയോ ഗുട്ടറസിന്റെ ഓഫീസുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുന്നതായി ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം മെയിൽ പ്രഖ്യാപിച്ചിരുന്നു. മുൻവർഷം പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഹമാസിന്റെ അതേ കരിമ്പട്ടികയിൽ തങ്ങളെയും ഉൾപ്പെടുത്തിയത് ലജ്ജാകരവും യുക്തിരഹിതവുമെന്നായിരുന്നു ഇസ്രായേൽ വിശേഷിപ്പിച്ചത്.